BSFന്റെ ആദ്യ വനിതാ ബറ്റാലിയൻ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അംഗീകാരം നൽകി. 53ാമത് CISF ദിനാചരണത്തോടനുബന്ധിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ദേശസുരക്ഷയിൽ വനിതകളുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതിനും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത്. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഗണ്യമായ വളർച്ച കൈവരിച്ച് ഇന്ത്യ. ഊർജ്ജ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പുനരുപയോഗ ഊർജ്ജ സ്ഥാപിത ശേഷി ഒരു വർഷത്തിനുള്ളിൽ 24.2 ജിഗാവാട്ട് വർദ്ധിച്ചു. മൊത്തം ഫോസിൽ ഇതര ഇന്ധനശേഷി 211.36 ജിഗാവാട്ടായി ഉയർന്നു. സൌരോർജ്ജ മേഖലയിൽ 20.1 ജിഗാവാട്ടിന്റെ വർധനയുമുണ്ടായി. ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷമായി തുടരുന്നു. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കുകൾ പ്രകാരം വായു ഗുണനിലവാര സൂചിക 361 രേഖപ്പെടുത്തി. ഡൽഹിയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം പുകമഞ്ഞ് മൂടിയ നിലയിലാണ്. ഇതേ തുടർന്ന് പലയിടങ്ങളിലും ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. തെലങ്കാനയിലെ ബെത്തപ്പള്ളി ജില്ലയിൽ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. ഗുഡ്സ് ട്രെയിനിന്റെ 11 വാഗണുകളാണ് പാളം തെറ്റിയത്. ഇതേ തുടർന്ന് 37 ട്രെയിനുകൾ റദ്ദാക്കിയതായി റെയിൽവേ അധികൃതർ അറിയിച്ചു. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 29 കോടി രൂപ വിലമതിക്കുന്ന 7 കിലോഗ്രാം ഹെറോയിൻ കസ്റ്റംസ് പിടികൂടി. ബാങ്കോക്കിൽ നിന്ന് ക്വാലാലംപൂർ വഴി ഇന്ത്യയിലെത്തിയ യാത്രക്കാരിൽ നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയതെന്ന് കസ്റ്റംസ് പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി.